ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ശ്രീമന്നാരായണീയം ദശകം 80 സ്യമന്തകോപാഖ്യാനം. ശ്ലോകം 7. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയ ദാഹ കഥയാഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിര നിപാത്യ സത്രാജിതം ശതധനുർ മണിം ആചഹാര. അർത്ഥം: ത്വയി അവിടുന്ന്, വ്രീളാകുലാം ലജ്ജാകുലയായ, സത്യഭാമാം സത്യഭാമയെ, രമയതി രമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൗന്ദേയദാഹ കഥയാ അരക്കില്ലത്തിൽ പാണ്ഡവദഹനം നടന്നതായി കേട്ടിട്ട്, അഥ അനന്തരം, കുരൂൻ കുരുരാജധാനിയായ ഹസ്തിനപുരത്തിലേക്ക് പ്രയാതേ ചെന്നപ്പോൾ, ഗാന്ധിനേയ കൃതവർമ്മ ഗിര അക്രൂര കൃതവർമാക്കളുടെ വാക്കുകളാൽ ശതധന്വാവ് സത്രാജിതം സത്രാജിത്തിനെ നിപാത്യ വീഴിച്ചു, മണിം സ്യമന്തകത്തെ, ആജഹാര ഹി അപഹരിച്ചു, മഹാകഷ്ടം. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ നോക്കാം. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കൗന്ദേയദാഹ കഥയാ അഥ ചേർത്തിട്ട് കൗന്ദേയദാഹ കഥയാഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കൗന്ദേയദാഹ കഥ യാഥ. 2 സ്ഥലത്ത് ഥ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിര നിപാത്യ സത്രാജിതം ശതധനുർ മണിം ആജഹാര. ചേർത്ത് ചൊല്ലുമ്പോൾ ശതധനുർമണിമാജഹാര അങ്ങനെ വരും. ധനു എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. അടുത്തത് 8ാമത്തെ ശ്ലോകം. ശോകാത് കുരൂനപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേ സശംകൈവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷതഥാർത്തരാഷ്ട്രം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ശോകാത് കുരൂൻ ഉപഗതാം അവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയ സ്താം രത്നേ സശങ്ക ഇവ മൈഥില ഗേഹം ഏത്യ രാമോ ഗദാം സമശിശിക്ഷത ധാർത്തരാഷ്ട്രം. അർത്ഥം: ശോകാത് പിതാവിൻ്റെ വധം മൂലമുണ്ടായ ദുഃഖത്താൽ, കുരൂൻ ഹസ്തിനപുരത്തിലേക്ക്, ഉപഗതാം വന്ന, കാന്താം പ്രിയപ്പെട്ട ഭാര്യ സത്യഭാമയെ, അവലോക്യ കണ്ടിട്ട്, ത്വം അവിടുന്ന്, ദ്രുതം വേഗം, ശതധനും ശതധന്വാവിനെ, ഹത്വ കൊന്നിട്ട്,
താം അവളെ സമഹർഷയ സന്തോഷിപ്പിച്ചു. രാമ ബലരാമൻ രത്നേ മണിയാൽ സശങ്ക ഇവ സംശയാലു എന്ന പോലെ മൈഥിലഗേഹം മിഥില രാജാവിൻ്റെ ഗൃഹത്തിൽ ഏത്യ ചെന്നിട്ട് ധാർത്തരാഷ്ട്രം ദുര്യോധനനെ ഗദായുദ്ധം സമശിശിക്ഷത പഠിപ്പിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളും അതേപോലെ എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. ശോകാൻ കുരൂൻ ഉപഗതാം അവലോക്യ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളും അതേപോലെ എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. ശോകാത് കുരൂൻ ഉപഗതാം അവലോക്യ ചേർത്തിട്ട് ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം ചേർത്തിട്ട് സമഹർഷയസ്താം രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ. മൈഥിലഗേഹം ഏത്യ ചേർത്ത് ചൊല്ലുമ്പോൾ മൈഥിലഗേഹമേത്യ ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. രാമോ ഗദാം നീട്ടിയിട്ട് മുർക്കം സമശിശിക്ഷത ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ധാർത്തരാഷ്ട്രം ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേ സശങ്ക ഇവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷത ധാർത്തരാഷ്ട്രം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.